ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നല്ല കിടു ഒരു ലൈറ്റ് അതൊക്കെ കാണിച്ചു തരുന്നത്. ഈ കാണുന്ന ഒരു ബാർ ലൈറ്റ്. നമ്മൾ പലപ്പോഴും ബാർ ലൈറ്റ് പല മോഡൽസും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബാർ ലൈറ്റാണ്. അതായത് ചില്ലറ ലൈറ്റൊന്നുമല്ല, ഒരു രക്ഷയില്ലാത്ത പ്രകാശം കിട്ടുന്നൊരു ലൈറ്റാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. അതായത് DHC എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഒരു മോഡലാണ്. ഒരു ക്യൂരിയോസിറ്റി കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ലൈറ്റ് എടുക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്, എന്നാലും വെട്ടം അമ്മാതിരി ഐറ്റമാണ്. ഏതായാലും നമുക്കിതിനെ പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഇതേണ്ട ഈ മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. DHC എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇത്. 120 വാട്ട്സ് ആണ് വരുന്നത്. 9000 ലൂമൻ ആണ് ഇതിൽ നിന്ന് ഔട്ട് വരുന്നത്. 5700, അതായത് പ്യൂർ വൈറ്റ് അല്ല, കുറച്ചൊരു യെല്ലോയിഷ് ചേർന്ന ഒരു ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു വാം വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു കളർ ആയതുകൊണ്ടാണ് 5700 കെൽവിൻ എന്ന് പറയുന്നത്. വാട്ടർ പ്രൂഫ് ആണ്, പ്ലഗ് ആൻഡ് പ്ലേ കിട്ടുന്നുണ്ട്, വയറിംഗ് ഹാർനസ് വിത്ത് സ്വിച്ച് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. ഒസ്റാമിൻ്റെ LED ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 12 മാസം, അതായത് ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. പ്രൈസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇവരെ പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് പറ്റും. വാ അൺബോക്സ് ചെയ്താലോ. എന്തൊക്കെയാണ് ഈ ബോക്സിനകത്ത് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോക്സ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്കിവനെ കാണാൻ സാധിക്കുന്നത്. ബോക്സിനകത്ത് നമുക്ക് ഓരോന്നായിട്ടും എടുത്ത് വയ്ക്കാം. ഇത് ഒന്നാമത്തെ ലൈറ്റ്, ഇത് രണ്ടാമത്തെ ലൈറ്റ്. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിംഗ് ഹാർനസ് കിറ്റ് പ്ലസ് ഇതിൻ്റെ സ്വിച്ചും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇതിൻ്റെ സ്വിച്ചും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റിലേ കിറ്റ്, അതായത് ഒരു റിലേ കിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ തൽക്കാലം നമുക്ക് മാറ്റി വെച്ച് ഒരു ലൈറ്റിംഗ് എടുക്കാം. യെസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിടുവല്ലേ? നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ലൈറ്റിനെ കുറിച്ചൊന്ന് പറയാം. 1, 2, 3, 4, 5, 6 അങ്ങനെ 6 ബൾബുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ബൾബുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. LED ബൾബുകളാണ് ഇവിടെ കാണുന്നത്. 6 ബൾബ് വരുന്നുണ്ട്. ഒരു ബൾബ് 10 വാട്ട്സ് വെച്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ പ്രകാശം ഇത്രയും കിട്ടുന്ന ഈ ബൾബ് കൊണ്ട് മാത്രമല്ല, അതിനകത്ത് വരുന്ന റിഫ്ലക്റ്റേഴ്സ് കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു റിഫ്ലക്ടർ, അതിൻ്റെ കട്ടിങ് ആംഗിൾസ്, അതായത് 1, 2, 3, 4 കട്ടിങ് ആംഗിൾസോളം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ എല്ലാം റിഫ്ലക്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും റിഫ്ലക്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ വർക്കിംഗ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. ഏതായാലും സംഗതി അടിപൊളിയാണ്. 10 വാട്ട്സ് വെച്ച് 6 ബൾബ്, ഒരു ബാർ വരുന്ന സമയത്ത് 60 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 60 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ കൺസപ്ഷനും അതിൻ്റെ പവർ ഔട്ട്പുട്ടും വരുന്നത്. ഇവിടെ നമുക്കൊരു പ്ലഗ് ആൻഡ് പ്ലേ സെറ്റപ്പാണ് കിട്ടുന്നത്. ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാൻ സാധിക്കും. ഇത് വാട്ടർ പ്രൂഫാണ് വരുന്നത്. ഈ ഒരു റബ്ബർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വാട്ടർ പ്രൂഫിങ് ടെക്നിക്കാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് നമുക്കിവിടെ വരുന്നത്. നേരെ പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിത് എവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് 2 ക്ലാംസ് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെയും കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിൽ കണക്ട് ചെയ്യണമെങ്കിൽ ബാക്കിൽ കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ക്ലാമ്പും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ ഈ ഒരു പോർഷൻ അകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിക്ക് ഒരു കാരണവശാലും ഇത് ഫിറ്റ് ചെയ്യാൻ പാടില്ല. ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പൊസിഷനിൽ, അതായത് ഫ്ലോറിലോട്ട് മാത്രം കിട്ടുന്ന രീതിക്ക്, അല്ലെങ്കിൽ റോഡിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് കിട്ടുന്ന രീതിക്ക് മാത്രം ഇത് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും ഇതിൻ്റെ വെട്ടം കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്കിനി രാത്രിയിലത്തെ വിഷ്വലൊന്ന് നോക്കാം. അതായത് എത്ര ദൂരം വരെ ഇത് കിട്ടുമെന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങറ്റം കാണുന്ന ഫ്ലാറ്റ് കാണാൻ സാധിക്കും. ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഞാൻ ഇവിടുന്ന് ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാണ്. നിങ്ങളിതേ നോക്കിക്കോണേ. ഈ ലൈറ്റിൻ്റെ വെട്ടം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാനിത് അങ്ങോട്ട് അടിക്കുമ്പോഴേ ആ തെങ്ങെല്ലാം കാണാം. ഇനി ആ ഫ്ലാറ്റിലോട്ട് ഞാൻ അടിക്കുമ്പോഴേ ഇവിടെ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഫ്ലാറ്റ് കാണാൻ പറ്റും. അവിടെ ഉള്ളൊരു തെറി പറയും, പക്ഷേ ഈ രാത്രി സമയം ആരും കാണുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കാം. ഇതിൻ്റെ ഒരു ത്രോ, ആ കാണുന്ന സ്കൂള്, ആ സ്കൂളിൻ്റെ മേളത്തെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? സംഗതി എങ്ങനെയുണ്ട്? കിടുവല്ലേ? ഇതിപ്പോൾ നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു താഴത്തെ പോർഷനിൽ, അതായത് ഇവിടെ ഏറ്റവും താഴത്തെ പോർഷനിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ത്രോ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിക്ക് പിടിപ്പിക്കാൻ പോരുത്. ഏതായാലും ഇത്രയും പ്രൈസ് മുടക്കി നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി ഇത് ഉറപ്പായിട്ടും കാണിക്കുന്നുണ്ട്. തിരിച്ചു കൊടുക്കാനുള്ളതുകൊണ്ടും ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് മാത്രം മേടിച്ചുകൊണ്ടാണ് ഫിറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഇതിൻ്റെ ഫിറ്റിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരാളല്ല, ഒരു
50 പേരെങ്കിലും ഇത് ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് തന്നാൽ ഉറപ്പായിട്ടും ഞാൻ ഈ പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ വെട്ടം കാണിക്കുന്നതായിരിക്കും. കാരണം ഇത്രയും വിലയുള്ള ഒരു പ്രോഡക്റ്റ് കയ്യിൽ നിന്ന് കാശ് മുടക്കി ഞാൻ മേടിച്ച് പാടാണ്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം പറയുക. 50 പേരിൽ മേളിൽ ഈ കമൻസ് വന്നിട്ടുണ്ട്, ഇത് ഫിറ്റ് ചെയ്ത് കാണണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് ഫിറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കൂടെ നമുക്കൊന്ന് അറിയണ്ടേ. ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൈസ്. 21,000 21,000 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. പ്രോഡക്റ്റ് വാങ്ങണം എന്ന ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇടാം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.